ഡോക്ടർ, ഈ പൈൽസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാത്റൂമിൽ അമിത നേരെ ഇരിക്കുകയും സ്ട്രെയിൻ കൊടുത്ത് മുക്കി ബാത്റൂമിൽ പോകുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യേണ്ടി വരിക? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴാണ്, അഥവാ മലബന്ധം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ മലബന്ധത്തിലേക്ക് നയിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് അവർ ആദ്യം ഒഴിവാക്കട്ടെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് ആവശ്യത്തിനുള്ള ഒരു വെള്ളം കുടിക്കുന്ന ശീലം ഇല്ല എങ്കിൽ അത് കൊണ്ടുവരണം. വെള്ളം ശരീരത്തില്ലെങ്കിൽ മലബന്ധം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത ഭക്ഷണ രീതി ആണെങ്കിൽ അത് മാറ്റണം. സ്പൈസി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഇവർ സ്വീകരിക്കണം. മറ്റൊന്ന് ജോലിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ദീർഘമായ ഇരുത്തമുള്ള ജോലികളാണെങ്കിൽ, പ്രത്യേകിച്ച് ലോങ് റൂട്ടിലുള്ള ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് ബ്രേക്കുകൾ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ഇവർ മാറേണ്ടതായിട്ടുണ്ട്. സംഗതി പറയാനുള്ളത്, നാച്ചുറലായിട്ട് ബാത്റൂമിൽ പോകാനുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് അത് ചെയ്യാതിരിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റേണ്ടതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട്, ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ചെറിയ തരത്തിലുള്ള നടത്തമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യായാമങ്ങളോ ശീലിക്കുന്നത് നല്ലതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഭയങ്കരമായിട്ട് വെയിറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു വ്യായാമം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് പലപ്പോഴും ഇതിന് നല്ലതല്ല.